നെന്മാറ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും ഇല്ലം നിറയും ഭക്തി നിർഭരമായി നടന്നു. രാവിലെ 7:30 ആരംഭിച്ച ആഘോഷ പരിപാടികൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഹാഗണപതി ഹോമത്തോടെയാണ് രാവിലെ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി അജു പുതുമനയുടെ നേതൃത്വത്തിൽ ഗജപൂജ നടത്തി. ഗജപൂജയ്ക്ക് പിന്നാലെയാണ് ആനയൂട്ട് നടന്നത്. മംഗലാംകുന്ന് ഉമാമഹേശ്വരൻ, കൂറ്റനാട് വിഷ്ണു, കുറുവട്ടൂർ ഗണേഷ്, ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി, ശങ്കരത്ത് പറമ്പിൽ വിനായകൻ എന്നീ ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. ആനയൂട്ടിനോടനുബന്ധിച്ച് നെന്മാറ പ്രസാദിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായ പഞ്ചവാദ്യവും അരങ്ങേറി. പഞ്ചവാദ്യത്തിന്റെ താളമേളങ്ങൾ ആഘോഷത്തിന് കൂടുതൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമൊരുക്കി. ആനകളെ അണിനിരത്തി നടത്തിയ ചടങ്ങുകൾ കാണാനും അനുഗ്രഹം തേടാനും നിരവധി വിശ്വാസികളാണ് ക്ഷേത്രത്തിലെത്തിയത്. ഇല്ലം നിറച്ചടങ്ങിലും വലിയ ഭക്തജന പങ്കാളിത്തമുണ്ടായി. കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് ഇല്ലം നിറ ആചരിക്കുന്നത്. പുതിയ വിളവിന്റെ ആദ്യ കതിരുകൾ ദേവന് സമർപ്പിച്ച് സമൃദ്ധിയും ഐശ്വര്യവും പ്രാർത്ഥിക്കുന്ന ചടങ്ങിൽ വിശ്വാസികൾ സജീവമായി പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. ആഘോഷ പരിപാടികളുടെ ക്രമീകരണങ്ങളും ചടങ്ങുകളുടെ വിശദാംശങ്ങളും ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ.പി. കേശവദാസ് വിശദീകരിച്ചു. ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ച് കർക്കിടകം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ അന്നദാനവും ചിങ്ങം 1-ാം തീയതി കേരളത്തിലെ ആനകൾക്ക് ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കുന്ന 7 ആനകളെ അണിനിരത്തി ആനയൂട്ടും പ്രസിദ്ധ വാദ്യകലാകാരൻ
നെന്മാറ പ്രസാദിൻ്റെ നേതൃത്വത്തിൽ 35-ൽ പരം കലാകാരന്മാർ അണിനിരന്ന പഞ്ചവാദ്യവും അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ഇന്ന് നടക്കുകയും ഈ പരിപാടികളിൽ സഹകരിച്ച് എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്ന ഭക്തജനങ്ങളോട് ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി നന്ദി. ക്ഷേത്രത്തിൽ നടന്നു വരുന്ന അന്നദാനം ഇന്ന് മഹാ അന്നദാനത്തോടുകൂടി സമാപിക്കുകയാണ്. ഇല്ലംനിറ ക്ഷേത്രം മേൽശാന്തി അജു തിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുകയും അതിന്ന് അവസാനിക്കുകയും ഈ പരിപാടികളിൽ പങ്കെടുത്ത് ക്ഷേത്ര ഉപദേശക സമിതിയോടും കമ്മിറ്റിയോടും സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. UTV ന്യൂസ്, പാലക്കാട്.